ചായ ഒഴിക്ക്. ഇതാണ് വെള്ള, ഇതാണ് ഫോൺ അതിന്റെ ഇതാണ് തുക. രാമൻ സാർ ആയിരിക്കും. തുക. ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് അമൃത്സറിൽ ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ ഞങ്ങളുടെ ഹോട്ടലിൽ നിന്നും ഗോൾഡൻ ടെമ്പിളിലേക്ക് പോവുകയാണേ. ഞങ്ങൾ വെളിയിൽ ഇറങ്ങുമ്പോഴത്തേക്കും ഞങ്ങളുടെ കാറൊക്കെ അവർ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ കാറിലല്ല പോകുന്നത്, ഓട്ടോയിലാണ് പോകുന്നത്. 3.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഗോൾഡൻ ടെമ്പിളിലേക്ക്. അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അറിയില്ല അവിടെ പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ടാവുമോ എന്നുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ കാർ എടുക്കാണ്ട് ഓട്ടോയിൽ പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങളത് ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ പോകുന്നത് പ്രസിദ്ധമായ ഗ്രാൻഡ് ട്രങ്ക് റോഡിൽ കൂടെയാണ്. അത് ഏഷ്യയിലെ ഏറ്റവും പഴയതും നീളം കൂടിയതുമായ റോഡുകളിലൊന്നാണ് GT റോഡ് എന്നറിയപ്പെടുന്ന ഗ്രാൻഡ് ട്രങ്ക് റോഡ്. ഞങ്ങൾ ഇതൊക്കെ ഗ്രാൻഡ് ട്രങ്ക് റോഡിൻ്റെ ഭാഗങ്ങളാണ്. നമ്മൾ പണ്ട് ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടില്ലേ. അങ്ങനെ ഞങ്ങളിത് ഗോൾഡൻ ടെമ്പിളിൻ്റെ അടുത്തെത്തി. ഗോൾഡൻ ടെമ്പിളിൻ്റെ തൊട്ട് മുമ്പിൽ വരെ ഓട്ടോ പോവില്ല. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഓട്ടോ ഇറങ്ങണം. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ എല്ലാ ഗുരുദ്വാരകളിലും മുടി മറച്ചിട്ട് മാത്രമേ കയറാൻ പറ്റുള്ളൂ. അപ്പം അത് ആണുങ്ങൾക്ക് അല്ലെങ്കിൽ ഷോൾ ഇല്ലാണ്ടുള്ളവർക്കൊക്കെ മുടി മറയ്ക്കാനുള്ള യെല്ലോ കളറിലുള്ള തുണി ഇതേപോലെ എല്ലായിടത്തും വിൽക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു, മോന്തിനും ഹനിക്കും. എനിക്ക് ഷോൾ ഉണ്ടായിരുന്നു. പിന്നെ രാമൻ സാറിനും 2 കുട്ടികൾക്കും മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ. കാരണം ഞങ്ങൾ അങ്ങനത്തെ 3 ടൗലും വാങ്ങിച്ചിട്ട് നടക്കുകയാണ്. ഗോൾഡൻ ടെമ്പിളിൻ്റെ തൊട്ടടുത്തുള്ള ഹെറിറ്റേജ് സ്ട്രീറ്റിൽ കൂടെയാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് പാർട്ടീഷൻ മ്യൂസിയമാണ്. ലോകത്തിലെ ഒരു പാർട്ടീഷൻ മ്യൂസിയം, അതായത് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിൻ്റെ ഹിസ്റ്ററി പറയുന്ന മ്യൂസിയമാണ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഹെറിറ്റേജ് സ്ട്രീറ്റിൽ കൂടെ ഏതാണ്ട് ഒരു 10 മിനിറ്റ് നടക്കുമ്പോഴാണ് നമ്മൾ ഗോൾഡൻ ടെമ്പിളിൽ എത്താൻ സാധിക്കുക. ഇത് നമ്മുടെ ഭരണഘടനാ ശില്പിയായ അംബേദ്കറിൻ്റെ പ്രതിമയാണ്. ഈ ഹെറിറ്റേജ് സ്ട്രീറ്റ് മുഴുവൻ നമുക്ക് ഇതേപോലത്തെ പഴയ രീതിയിലുള്ള കെട്ടിടങ്ങളും പ്രശസ്ത വ്യക്തികളുടെ പ്രതിമകളും ഒക്കെ കാണാൻ സാധിക്കും. നമ്മൾ ഈ മുമ്പിൽ കാണുന്നത് മഹാരാജ രഞ്ജീത് സിംഗിൻ്റെ സ്റ്റാച്യു ആണ്. ഇദ്ദേഹമാണ് സിഖ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനും അവരുടെ ആദ്യത്തെ മഹാരാജാവും. നമ്മൾ ഇപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്നത് അമൃത്സർ സിറ്റി ടൂർ ബസ്സാണ്. അതൊരു ഡബിൾ ഡെക്കർ ബസ്സാണ്. നിങ്ങൾ ആ ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അമൃത്സറിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ അതിൽ വിസിറ്റ് ചെയ്യാൻ സാധിക്കും, ഇൻക്ലൂഡിങ് വാഗാ ബോർഡർ. ഞങ്ങൾ വെറുതെ ഒന്ന് അന്വേഷിച്ചപ്പോഴത്തേക്കും ആ സമയത്ത് അപ്പ് ആൻഡ് ഡൗൺ അതിൻ്റെ പ്രൈസ് എന്നുള്ളത് പെർ പേഴ്സൺ 350 രൂപയായിരുന്നു. അത് നല്ലൊരു ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞങ്ങളിത് ഗോൾഡൻ ടെമ്പിളിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊക്കെ കാണുന്ന പോലെ തന്നെ വഴിയിൽ മുഴുവൻ ഇതേപോലെ ഇഷ്ടംപോലെ കടകളാണ്. നമുക്ക് ആവശ്യമുള്ള ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. അങ്ങനത്തെ അത്രയും കടകൾ അവിടെ ഉണ്ട്. ഒരു സ്ട്രീറ്റ് മുഴുവൻ അങ്ങനെയാണ്. ഇതിവിടെ റൈറ്റ് സൈഡിൽ കണ്ടില്ലേ, പഞ്ചാബി ജൂത്തി കടകൾ. അപ്പോൾ ഇത് ഇവരുടെ അമൃത്സറിൽ സ്പെഷ്യലായിട്ട് കിട്ടുന്ന പഞ്ചാബി ജൂത്തികളാണ്. അപ്പോൾ നമ്മൾ മഹാരാഷ്ട്രയിലെ കൊലാപൂരി ചെല്ലുമ്പോൾ കൊലാപൂരി ജൂത്തി കിട്ടുന്നത് പോലെ ഇവിടെയുമുണ്ട്. ഇപ്പോൾ സമയം ഏതാണ്ട് 9 മണിയായി. അപ്പോഴത്തേക്ക് തന്നെ നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. ഞങ്ങൾ 8:30 ആയപ്പോഴാണ് ഹോട്ടലിൽ നിന്ന് പുറപ്പെട്ടത്. അപ്പോൾ 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഇവിടെ എത്തി. ഈ നടക്കുന്ന വഴിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് ബെഞ്ചുകളൊക്കെ വെച്ചിട്ടുണ്ട്. അവർ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയുടെ സ്മാരകമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അതിൽ വീരമൃത്യു വരിച്ച മുഴുവൻ ആൾക്കാരുടെയും പേരുകൾ ആ സ്തൂപത്തിൻ്റെ താഴത്തെ മാർബിൾ ഫലകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഗോൾഡൻ ടെമ്പിളിൻ്റെ ഏതാണ്ട് തൊട്ട് മുമ്പിൽ തന്നെയാണ് ഇപ്പോൾ കണ്ട ആ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്ന് മുമ്പോട്ട് നടക്കുമ്പോഴാണ് നമുക്കിത് ഇപ്പം തന്നെ ഗോൾഡൻ ടെമ്പിളിൻ്റെ ആ സ്വർണ്ണ കുംഭം കാണാൻ സാധിക്കും. ഇങ്ങനെ ബോട്ടിലുകൾ വെക്കാൻ വെച്ചിട്ടാണല്ലേ. നമ്മൾ ഹരിദ്വാറിലും ഋഷികേശിലൊക്കെ പോയപ്പോൾ ഇതേപോലത്തെ ബോട്ടിലുകൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, ഗംഗാജലം എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. അതേപോലെ ഈ ഗോൾഡൻ ടെമ്പിളിൻ്റെ മുമ്പിലത്തെ കുളത്തുനിന്നുള്ള വെള്ളം എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് അത് അവിടെ വെച്ചിരിക്കുന്നത്, ഡിവോട്ടേഴ്സിന് വിൽക്കാൻ വേണ്ടി. ഈ ബ്ലൂ കളറിൽ റൈറ്റ് സൈഡിൽ കാണുന്നത് ഒരു പുരാതനമായ ശനിദേവ അമ്പലമാണ്. 1761 ഉണ്ടാക്കിയ ശനിദേവൻ്റെ ഒരു അമ്പലമാണ് നമ്മൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ മുമ്പിൽ ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങളിതേ ഗോൾഡൻ ടെമ്പിളിൻ്റെ തൊട്ട് മുമ്പിലെത്തി. ഇപ്പോൾ എല്ലാ അമ്പലങ്ങളും ചെയ്യുന്ന പോലെ തന്നെ ചെരുപ്പ് ധരിച്ചകത്ത് പ്രവേശിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലത്തെ കോംപ്ലക്സിൽ നമ്മുടെ ചെരുപ്പും ബാഗേജും ഒക്കെ ഫ്രീ ആയിട്ട് സൂക്ഷിക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെരുപ്പ് വയ്ക്കാൻ വേണ്ടി അങ്ങോട്ട് പോവാണ്. ഇതാണ് നമ്മൾ ചെരുപ്പ് സൂക്ഷിക്കേണ്ട സ്ഥലം. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫ്രീ ബാഗേജ് റൂം
ജൂത്താഗർ, സാമാൻ ഘർ എന്നൊക്കെ. അപ്പോൾ നമുക്കവിടെ ചെരുപ്പ് ഒരു കവറിലിട്ട് സൂക്ഷിച്ച് വയ്ക്കാം. തിരിച്ചു വരുമ്പോൾ അവരുടെ അടുത്ത് ടോക്കൺ നമ്പർ കൊടുക്കുമ്പോൾ അവർ നമുക്കത് എടുത്തു തരും. അപ്പോൾ ഞങ്ങൾ ചെരുപ്പൊക്കെ സൂക്ഷിക്കാൻ വെച്ചിട്ട് ടെമ്പിളിൻ്റെ അകത്ത് കയറാൻ വേണ്ടി പോകണം. അത് ഇവിടെയൊക്കെ കണ്ടോ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് മാർബിളും കൊണ്ടുള്ള ബെഞ്ചസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിലർ ചെരുപ്പൊന്നും അതിൻ്റെ അകത്ത് സൂക്ഷിക്കാണ്ട് അവിടെ തന്നെ അഴിച്ച് വെക്കുന്നൊക്കെ ഉണ്ട്. ഒന്ന് നമ്മൾ നടന്ന് ചെല്ലുമ്പോൾ റൈറ്റ് സൈഡിൽ കൈ കഴുകാനുള്ള സ്ഥലം എന്ന് പറഞ്ഞിട്ട് ഒരാരോ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് കൈ കഴുകിയിട്ടാണ് പിന്നെ മുമ്പോട്ട് പോകേണ്ടത്. ദേ അവിടെ ഇപ്പം നമുക്ക് 3 ബാസ്ക്കറ്റ് കാണാം. അതിനകത്തുള്ളത് ഈ തലയിൽ കെട്ടുന്ന ടവലാണ്. ഇൻ കേസ് നമ്മളത് കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഓൾറെഡി ആൾക്കാർ യൂസ് ചെയ്തതായിരിക്കും, അത് എടുത്ത് തലയിൽ വെച്ചിട്ട് പോവുകയും ചെയ്യാം. ഇതിപ്പോൾ നിങ്ങൾ കണ്ടത് എല്ലാ ഗുരുദ്വാരയിൽ ചെല്ലുമ്പോഴും നമുക്ക് ഇതേപോലെ കാല് കഴുകിയിട്ട് മാത്രമേ അകത്ത് കയറാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കാല് കഴുകാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് റെക്റ്റാങ്കുലർ ഷേപ്പിൽ വെള്ളം സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അതാണ്. അപ്പോൾ നമ്മൾ ഈ കാല് കഴുകി സ്റ്റെപ്സ് ഇറങ്ങി താഴേക്ക് ചെല്ലുന്നത് ഗോൾഡൻ ടെമ്പിളിൻ്റെ മുമ്പിലുള്ള മനുഷ്യനിർമ്മിതമായ ഒരു കുളം, സരോവർ എന്നുള്ള പേരിലുണ്ട്, അതിൻ്റെ അടുത്തേക്കാണ്. ഇത് 4ാമത്തെ സിഖ് ഗുരുവായ ഗുരു രാംദാസാണ് ഈ കുളത്തിൻ്റെ പണി പൂർത്തീകരിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ഗോൾഡൻ ടെമ്പിളിൻ്റെ ആക്ച്വൽ പേര് ഹർമന്ദർ സാഹിബ് എന്നാണ്, അതായത് ഹൗസ് ഓഫ് ഗോഡ് എന്നാണ് ആ വേർഡിൻ്റെ അർത്ഥം. 1830 മഹാരാജ രഞ്ജിത് സിംഗ് ഗോൾഡൻ ടെമ്പിളിൻ്റെ പ്രധാന ഭാഗമായ ഈ സാങ്ക്ടം ഗോൾഡൻ ലീഫിൽ കവർ ചെയ്ത ശേഷമാണ് ഇത് ഗോൾഡൻ ടെമ്പിൾ എന്നറിയപ്പെടാൻ തുടങ്ങിയത്. അപ്പോൾ ഞങ്ങളിതേ സരോവറിൻ്റെ മുമ്പിലെത്തി. ഇപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ ഈ സരോവറിൽ കാല് കഴുകിയിട്ടാണ് ഗോൾഡൻ ടെമ്പിളിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ഞങ്ങളും അതേപോലെ സരോവറിൽ ഇറങ്ങുകയാണ്. അപ്പോൾ എനിക്ക് പിന്നെ എപ്പോഴും വെള്ളം കാണുമ്പോൾ ഇത്തിരി ഇൻട്രസ്റ്റ് കൂടുതലാണല്ലോ. അങ്ങനെ ഞങ്ങൾ ഇതേ സരോവറിൽ ഇറങ്ങി. അവിടെ ആൾക്കാർ കുളിക്കുന്നൊക്കെ ഉണ്ട്, സിഖുകാർ. അപ്പോൾ നോക്കൂ, നല്ല കുറേ ഭംഗിയിലെ വിവിധ കളറിലുള്ള മീനുകളൊക്കെ സരോവറിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിലൂടെയൊക്കെ ചെയിൻ ഇട്ടിട്ടുണ്ട്. അതിപ്പോൾ ആൾക്കാർ കുളിക്കുമ്പോൾ കൂടുതൽ ദൂരത്തേക്ക് പോവാണ്ട് പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ചെയിൻ ഈ കുളത്തിൽ മുഴുവനായിട്ട് അങ്ങനെ ഇടയിലിടയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കുളിക്കുന്നുണ്ടെങ്കിൽ തന്നെയും അവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ഫെസിലിറ്റീസൊക്കെ അവൈലബിൾ ആണേ. 3ാമത്തെ സിഖ് ഗുരുവായ ഗുരു അമർദാസിൻ്റെ നിർദ്ദേശപ്രകാരം 4ാമത്തെ സിഖ് ഗുരുവായ ഗുരു രാംദാസാണ് ഈ ഹരിമന്ദർ സാഹിബിന് വേണ്ടി സ്ഥലം കണ്ടുപിടിച്ചത്. ഈ സ്ഥലം വാങ്ങിച്ചതിൻ്റെ പിന്നിൽ 2 കഥകൾ പ്രചാരത്തിലുണ്ട്. അതിലൊന്ന്, ഗുരു രാംദാസ് സിഖുകാരുടെ നിന്നും വാങ്ങിച്ച ഡൊണേഷൻസ് ചേർത്ത് 700 രൂപയ്ക്കാണ് ഈ സ്ഥലം വാങ്ങിയതെന്നും, അതല്ല അക്ബർ ചക്രവർത്തി ഗുരു രാംദാസിൻ്റെ ഭാര്യയ്ക്ക് ഡൊണേറ്റ് ചെയ്താണ് ഈ സ്ഥലം എന്നും 2 വേർഷൻസ് ഉണ്ട്. അപ്പോൾ അതിലേതാണ് ശരിയെന്നുള്ളത് അറിയില്ല. എന്തായാലും ആദ്യത്തെ വേർഷനാണ് പ്രോമിനൻസി കൂടുതൽ. ഇപ്പോൾ ഈ സരോവറിന് ചുറ്റും ഒരു പാത്ത് വേ ഉണ്ട്. അതിൻ്റെ ചുറ്റുമായിട്ട് കുറേ ബിൽഡിങ്ങുകളുണ്ട്. ഈ ബിൽഡിങ്ങുകളിൽ മുഴുവൻ സിഖുകാരുടെ വിവിധ ഓഫീസുകളും പിന്നെ ഒരു ക്ലോക്ക് ടവറും പിന്നെ ഒരു ലങ്കാർ ഹാളുമാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ലങ്കാർ ഹാൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ എല്ലാ ഗുരുദ്വാരയിലും ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്തിൽ ലങ്കാർ ഹാൾ എന്നാണ് പറയുക. അപ്പോൾ ഗോൾഡൻ ടെമ്പിളിൽ 24 മണിക്കൂറും വരുന്ന എല്ലാ ഡിവോട്ടേഴ്സിനും ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ നേരെ ലങ്കാർ ഹാളിലേക്കാണ് പോയത്. അപ്പം നിങ്ങൾ കണ്ട മാതിരി തന്നെ അവിടെ ഒരു സ്റ്റാൻഡിൽ പ്ലേറ്റ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്ലേറ്റ് എടുക്കണം. അത് കഴിഞ്ഞ് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരാൾ നമുക്ക് ഒരു കട്ടോരിയും സ്പൂണും തരും. ഇത് മുഴുവൻ ഗോൾഡൻ ടെമ്പിൾ കോംപ്ലക്സിൻ്റെ ഒരു മിനിയേച്ചറാണ് ലങ്കാർ ഹാളിൽ വെച്ചിരിക്കുന്നത്. അപ്പം വലിയ തിരക്കെന്ന് പറയാനുണ്ടായില്ല. നോർമലി ഇപ്പം ഞങ്ങളുടെ കൂടെ വന്ന സാറിന് നേരത്തെ വന്ന് പരിചയമുള്ളതാണ്. അപ്പോൾ സാറ് പറഞ്ഞത് പ്രകാരം അദ്ദേഹം ഇതിന് മുമ്പ് വരുമ്പോൾ നിറയെ തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഇത്തിരി തിരക്ക് കുറവാണ്. ഞങ്ങൾ എന്തായാലും ലങ്കാർ ഹാളിൽ കയറി ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഗോൾഡൻ ടെമ്പിളത്തെ ലങ്കാറായിരുന്നു. റൊട്ടിയും ഒരു ചെറുപയർ കറിയും പിന്നെ ഒരു സബ്ജിയും പാൽപ്പായസമായിരുന്നു. ഇത് കണ്ടോ, അവർ നമ്മൾ കഴിച്ചിട്ട് പാത്രം പുറത്ത് കൊണ്ടുവന്ന് കൊടുത്താൽ മതി. അവരിങ്ങനെ ഓരോരുത്തർ കൈമാറി ആദ്യം ഒരാൾ വേസ്റ്റ് ഡസ്റ്റ്ബിന്നിലിടും, അതിനുശേഷം ഒരാൾ കഴുകും. അങ്ങനെ മാറിയാണ് പ്ലേറ്റ്സ് തിരിച്ച് ആദ്യം കണ്ട സ്ഥലത്ത് ക്ലീനായി എത്തുന്നത്. 1581 നിർമ്മാണം തുടങ്ങിയ ഹർമന്ദർ സാഹിബ് 8 വർഷം എടുത്തിട്ടാണ് അതിൻ്റെ ഫസ്റ്റ് ഫേസ് പൂർത്തിയായത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ സിഖുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ സ്ഥലമാണ് ഗോൾഡൻ ടെമ്പിൾ അഥവാ ഹർമന്ദർ സാഹിബ് എന്നുള്ളത്. അപ്പോൾ ഇത് കൺസ്ട്രക്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ സിറ്റി ലെവലിൽ നിന്നും
താഴ്ത്തിയാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നടന്ന് വന്നിട്ട് സ്റ്റെപ്സ് ഇറങ്ങിയിട്ട് വേണം ഈ സരോവറിലേക്ക് വരാൻ വേണ്ടി. അത് സിക്കിസത്തിൻ്റെ മറ്റെല്ലാവരോടുമുള്ള എളിമയെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കൺസ്ട്രക്ട് ചെയ്തത്. ഞങ്ങളതിൻ്റെ അകത്തേക്ക് കയറിയില്ല, കാരണം അകത്ത് കയറാൻ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കൂടെ വന്ന 3 പേര് രാവിലെ 4 മണിക്ക് പോയതാണ്. അപ്പോൾ അവർ അകത്ത് കയറി അകത്തൊക്കെ കണ്ട് വരുമ്പോഴത്തേക്ക് തന്നെ 9:30 ആയിരുന്നു. അത് കാരണം പിന്നെ ഞങ്ങൾ അതിൻ്റെ അകത്ത് കയറിയില്ല. ഈ ഗോൾഡൻ ടെമ്പിൾ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഒരു സമചതുരാകൃതിയിലാണ്. അപ്പം അതിൻ്റെ 4 ഭാഗവും തുറന്നിരിക്കുകയാണ്. അപ്പോൾ അത് കാണിക്കുന്നത് സിക്കിസം എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. അതായത് നിങ്ങൾ ഏത് മതത്തിലും ഭാഷയിലും ജാതിയിലും പെട്ടതാണെങ്കിലും ഗുരുദ്വാരയിൽ വന്നിട്ട് പ്രാർത്ഥിക്കുന്നതിന് തടസ്സമില്ല. അതുപോലെ വരുന്ന ഓരോരുത്തർക്കും എല്ലാ സമയത്തും ഇവർ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ ഫ്രീ ഫുഡ് ഗിവിങ് സെൻറ്ററാണ് ഗോൾഡൻ ടെമ്പിളത്തെ ലങ്കാർ ഹാൾ എന്ന് പറയുന്നത്. ആദ്യത്തെ ഫേസിലെ കൺസ്ട്രക്ഷനിൽ ആ മെയിൻ ഭാഗം മാത്രം ഇഷ്ടികയിലാണ് ഉണ്ടാക്കിയത്. അതിനുശേഷം പിന്നീട് വന്ന ഓരോ സിഖ് ഗുരുക്കന്മാരും അത് കഴിഞ്ഞിട്ട് സിഖ് സാമ്രാജ്യത്തിലെ രാജാക്കന്മാരുമാണ് ഈ ഗോൾഡൻ ടെമ്പിള് പുതുക്കി പണിത് ഇന്ന് കാണുന്ന ഈ അവസ്ഥയിൽ എത്തിയിരിക്കുന്നത്. ഇതിപ്പോൾ ഞങ്ങൾ അതിൻ്റെ അകത്തുനിന്ന് തിരിച്ച് വന്നിട്ട് പുറത്തുള്ള കാഴ്ചകളാണ്. അവിടെ ഇതുപോലെ ഒരു വാട്ടർ ഫൗണ്ടെയിൻ ഉണ്ട്, അതിന് ചുറ്റും മാർബിളിൽ ബെഞ്ചസ് ഉണ്ട് നമുക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ അകത്ത് തൊഴുത് കഴിഞ്ഞ് വന്ന ശേഷം നമുക്ക് ഇവിടെ ഇരുന്ന് വിശ്രമിക്കും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ പോയത് ഏപ്രിൽ ലാസ്റ്റൊക്കെയാണ്, നല്ല ചൂടായിരുന്നു. പക്ഷെ എന്നാലും അതിന് ചുറ്റും ഇരിക്കുമ്പോൾ നല്ല പീസ്ഫുള്ളായ ഒരു ആംബിയൻസാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ പോകുന്ന വഴി മുഴുവൻ മാർബിള് പാകിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തണുപ്പും കൂടി നമുക്ക് കിട്ടുന്നുണ്ട് ആക്ച്വലി. ഗോൾഡൻ ടെമ്പിൾ വിസിറ്റ് ചെയ്ത ശേഷം ഇനി ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ജാലിയൻവാല ബാഗിലേക്കാണ്. ആക്ച്വലി ഗോൾഡൻ ടെമ്പിളിൻ്റെ രാത്രിയിലത്തെ കാഴ്ച ഇതിനേക്കാളും ഭംഗിയുള്ളതാണെന്നാണ് പറയുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്കത് കാണാൻ പറ്റിയില്ല. അപ്പോൾ അത് കാണാൻ വേണ്ടി നമുക്കിനി ഒരു പ്രാവശ്യം കൂടി വരാം. അതുകൂടാണ്ട് തന്നെ അമൃത്സറിൽ ഇനിയും വേറെയും കുറേ പ്രസിദ്ധമായ സ്ഥലങ്ങൾ സന്ദർശിക്കാനുണ്ട്. അപ്പോൾ അതിനൊന്നും ഞങ്ങൾക്ക് ഇപ്രാവശ്യം സമയം കിട്ടിയില്ല. അപ്പോൾ അതിനൊക്കെ വേണ്ടി നമുക്ക് ഒരു പ്രാവശ്യം കൂടി വരാം. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ ജാലിയൻവാല ബാഗിലേക്കാണ്. ഇപ്പോൾ ഈ ഗോൾഡൻ ടെമ്പിളിൽ നിന്ന് വെറും 1.5 കിലോമീറ്റർ മാത്രമാണ് ജാലിയൻവാല ബാഗിലേക്കുള്ളത്. ഇവിടെ നിന്ന് മുമ്പോട്ട് നടന്നു കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ നമ്മൾ നേരത്തെ കണ്ടില്ലേ ജാലിയൻവാല ബാഗ് മെമ്മോറിയൽ, അവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്കാണ് ജാലിയൻവാല ബാഗ് വരുന്നത്. ഇതിപ്പോൾ ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതാണ്. ഞങ്ങൾ വരുന്ന വഴിക്ക് ജാലിയൻവാല ബാഗിൽ പോയിട്ട് വാഗ ബോർഡർ പോകാമെന്ന് പറഞ്ഞ് ഗൂഗിൾ മാപ്പിൽ സെറ്റ് ചെയ്ത ശേഷം ഞങ്ങൾ കുറേ കറങ്ങി വഴി തെറ്റുകയൊക്കെ ചെയ്തായിരുന്നു. അതുകൊണ്ട് ആ അബദ്ധം ആർക്കും പറ്റരുത്. നിങ്ങൾക്ക് ഗോൾഡൻ ടെമ്പിളിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ജാലിയൻവാല ബാഗിലേക്കുള്ളൂ. ഇതേ ഞങ്ങളിപ്പോൾ ജാലിയൻവാല ബാഗിലേക്കാണ് പോകുന്നത്. നമുക്ക് ജാലിയൻവാല ബാഗിലത്തെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.